മല്ലു ഫാമിലിയിലെ സുജിൻ ഡിവോഴ്സ് ആവുന്നു. ഫോർച്യൂണർ വാങ്ങിക്കാനുള്ള നമ്പർ 1 ഐഡിയ 2024 ബിഗ്ഗസ്റ്റ് സ്കാമിൽ നിന്നും പഠിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. എന്തിനാണ് സുജിനെ ഇപ്പോൾ ഡിവോഴ്സ് ആവാനായിട്ട് പോകുന്നത്? എന്തിനാണ് പൊന്നൂസിനെ ഒഴിവാക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യമില്ലേ? മക്കളുടെ കാര്യം നോക്കണ്ടേ? എന്താണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. കമൻറ്റ് സെക്ഷൻ, അതുപോലെ തന്നെ മല്ലു ഫാമിലിയിലെ സുജിനി കാണിക്കുന്നത് എന്താണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ബാക്കിയുള്ളവരുടെ ഇടപെടലുകൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെയാണ് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ ഇട്ട പോസ്റ്റ് ഞാൻ കണ്ടത്. ഇൻസ്റ്റാഗ്രാമിലാണ് പോസ്റ്റ് ഞാൻ കണ്ടത്. ആക്ച്വലി സുജിനെയൊക്കെ എല്ലാവർക്കും അറിയാം. നമ്മൾ 1-2 തവണ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടുള്ള പേര് കൂടിയിട്ടാണ്. അത്യാവശ്യം വിവാദങ്ങളൊക്കെ സുജിൻ പറയുന്ന കാര്യങ്ങളൊക്കെ പോവാറുമുണ്ട് റിയാക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത്. സുജിൻ ഇട്ട പോസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് വായിക്കാമേ. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു. ഇത് ഞങ്ങൾ 2 പേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയും ഞങ്ങൾ ഈ തീരുമാനമെടുത്തു. ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയോടെ അഭ്യർത്ഥിക്കുന്നു. ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത്. നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയയ്ക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി. ഇതാണ് സുജിൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ്. അവർ ഡിവോഴ്സ് ആവുകയാണ്, കുറേ നാളായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ പ്രൊഫൈലിലൊന്നും തന്നെ വൈഫിൻ്റെ ഫോട്ടോസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇനി താഴോട്ടെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും അത്യാവശ്യം കുറച്ച് ദൂരം പൊക്കിയപ്പോഴത്തേക്കും ഇല്ല. ഈ സെയിം പോസ്റ്റ് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ സുജിന് വേണമെങ്കിൽ ഇതൊരു വീഡിയോ ആക്കി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് റീച്ച് ഉണ്ടാക്കാമായിരുന്നു. നമ്മുടെ 2024 ബിഗ്ഗസ്റ്റ് സ്കാമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലൊരു റീച്ചൊക്കെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ സുജിൻ ഇതിനകത്ത് പറയുന്നത് പോലെ അങ്ങനെ ഒരു റീച്ചിന് വേണ്ടിയാണെങ്കിൽ ഒരു വീഡിയോ സുജിന് ചെയ്തിടായിരുന്നല്ലോ. ഇങ്ങനൊരു പോസ്റ്റ് ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണ് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ അടുത്ത് സ്നേഹം ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങളുടെ പിള്ളേരുടെ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കാലത്ത് സ്നേഹിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ പൊന്നു, ഒക്കെ ആയപ്പോൾ ഇങ്ങനെ രണ്ടാളും 2 വഴിക്ക് പോവുകയാണോ? കുറേ നാളുകളായി നിതയുടെ ലൈക്സ് ചെയ്ത പോസ്റ്റുകൾ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു അവൾ വളരെ സങ്കടത്തിലാണെന്ന്. ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിക്കട്ടെ. എന്തിനാണ് ബ്രോ, നിങ്ങൾ നല്ല ജോഡിയായിരുന്നു, നല്ലോണം തീരുമാനിച്ചെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാങ്ക് ആയാൽ മതിയായിരുന്നു. കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ 2 പേരും? നിങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടാൽ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് കരുതിയില്ല. ഇത് ഇനി ഫോർച്യൂണർ വാങ്ങാനുള്ള ഐഡിയ വല്ലതും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻസ് ആണ് ഇവരുടെ കമൻറ്റ് ബോക്സുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ കേസിൻ്റെ ഇതിനി ഫോർച്യൂണർ വാങ്ങാനുള്ള ഐഡിയ വല്ലതും ആണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ഇതായിട്ട് സുജിൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയും കമൻസ്, ഇതിനകത്തുള്ള ഭൂരിഭാഗം കമൻസും സുജിനെയും ഈ പറയുന്ന പൊന്നൂസിനെയും കൂടെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, 2 പേര് വിവാഹം കഴിച്ച് അവർ പ്രേമിക്കുകയോ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ വിവാഹം കഴിച്ച് താമസിച്ചു. ഇപ്പോൾ അവർക്ക് ഒരുമിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിലല്ലേ വന്ന് ഇപ്പം നമ്മൾ തമ്മിൽ പിരിയാൻ പോവുകയാണ് എന്നൊരു കാര്യം സോഷ്യൽ മീഡിയ എടുത്ത് അറിയിച്ചത്. സോഷ്യൽ മീഡിയ അവരുടെ അടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹം കൊണ്ടിട്ടാണ്. അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് അവരുടെ ഇടയിൽ വീണ്ടും ഇപ്പോൾ ഒരു പക്ഷേ അവർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം. ആ ഒരു 2 കുട്ടികളുടെ പാരൻറ്റിങ് അല്ലേ, ആ കുട്ടികളുടെ പാരൻറ്റിങ്, ആ കുട്ടികൾ അവർക്ക് ഒരു നല്ലൊരു അച്ഛനും അമ്മയായിട്ടിരിക്കാൻ അവർക്ക് പറ്റുമായിരിക്കും. പിരിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നല്ലൊരു അച്ഛനും അമ്മയും ആവാതിരിക്കാനൊന്നും അങ്ങനത്തെ വഴികളിലൊന്നും അല്ലല്ലോ. ഇപ്പോൾ എത്രയോ പേര് പിരിഞ്ഞിട്ട് നല്ല ലെവലിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ആൾക്കാർക്ക് നിങ്ങൾ എന്തിനാ പിരിഞ്ഞത്, നിങ്ങൾ പിരിയേണ്ട ആവശ്യം ഉണ്ടാകുന്നത്, നിങ്ങൾ പ്രേമിച്ചവരല്ലേ, നിന്റെ കൂടെ ഉണ്ടായിരുന്നവളല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കമൻസിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഈ വ്യക്തിപരമായ കാര്യത്തിൽ അവർ വളരെ നല്ല സൗഹാർദ്ദപരമായ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ അടുത്ത് വന്ന് ഈ പറയുന്ന പോസ്റ്റ് ഇട്ടത് കൊണ്ട് അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു റീച്ചും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പൈസ പോലും ഈ പോസ്റ്റുകൾക്ക് ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും കിട്ടില്ല. കുറേ കമൻസ് നിങ്ങൾ വാരി പറക്കി കൊടുത്തതുകൊണ്ട് അതിനൊരു കമൻസും കിട്ടും, അതിന് ഒരു ക്യാഷും കിട്ടില്ല, ഒരു ലൈക്കും കിട്ടില്ല, അതിനൊരു ക്യാഷും കിട്ടില്ല.
വെറുതെ കുറേ ലൈക്കും കമൻറ്റും കിട്ടുമെന്നുള്ളതല്ലാതെ ഒരു വീഡിയോ ആക്കി ഇട്ടിരുന്നെങ്കിൽ ഇതിൽ നമുക്ക് ഫോർച്യൂണർ വിഷയമെന്നോ അല്ലെങ്കിൽ അടുത്ത ബിഗ്ഗസ്റ്റ് സ്കാം 26 എന്നൊക്കെ പറയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്യരുടെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു ഒളിഞ്ഞോട്ടം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കയറി കമൻ്റ് അടിക്കാൻ പോവുക, അവർ തമ്മിലുള്ള വിഷയം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അത് ചിലപ്പോൾ വലിയ വിഷയങ്ങളായിരിക്കും, ചിലപ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിന്ന് ഉണ്ടായ വിഷയങ്ങളായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അവർ തമ്മിൽ മ്യൂച്വൽ റെസ്പെക്ട്ഫുള്ളി എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അവിടെ വന്ന് കമാൻഡ് ചെയ്യാനോ അവിടെ വന്നിട്ട് അവർക്ക് നിങ്ങൾ ഇങ്ങനെ ചെയ്യാവൂ, മക്കൾ നിങ്ങൾ പ്രേമിച്ചതല്ലേ, നിങ്ങളുടെ പ്രേമ കഥ കേട്ടാൽ പറയില്ലല്ലോ, ഫോർച്യൂണർ വാങ്ങാനുള്ള ഐഡിയയാണ്. എന്താണ് മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ മലയാളികളുടെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. അവർ ഇത്രയും കാലം സ്നേഹിച്ചിരുന്ന ഫാമിലി വ്ളോഗേഴ്സാണ് ഈ പറയുന്ന മല്ലു ഫാമിലിയുടെ സുജിനും പൊന്നൂസൊക്കെ. അപ്പം ഈ പറയുന്ന പോലെ പെട്ടെന്ന് അവരുടെ ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക്, ഇപ്പം ഞാനത് കേട്ടപ്പോഴത്തേക്കും എന്താണ്, ഞാനും ഓക്കെ ഷോക്കായി. യാ ഫൈൻ, അപ്പം നല്ലത് വരട്ടെ, അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസിഷൻ. കുറച്ച് പേരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് അതിനകത്ത് ഹാർട്ടൊക്കെ കൊടുത്താൽ ഗെറ്റ് വെൽ സൂൺ അല്ലല്ലോ, എന്താ പറയുക, നല്ലതുപോലെ ആവട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞു, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി, അങ്ങനെ പല ലെവലിൽ നല്ല കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇരട്ടി ആൾക്കാരാണ് നെഗറ്റീവ് അടിച്ചു വരുന്നത്. സോ അവരുടെ ലൈഫിലേക്ക് കയറി ഇൻ്റർഫെയർ ചെയ്യാതിരിക്കുക, അവരുടെ ഒരു കാര്യങ്ങളിലോട്ടും പോയിട്ട് അവർ വളരെ നല്ല പോലെ എടുത്ത ഒരു ഡിസിഷൻ വളരെ മാന്യമായി വന്നാണ്. ബാക്കിയുള്ള വ്ളോഗേഴ്സിനെ അപേക്ഷിച്ച് ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ വന്ന് പൈസ ഉണ്ടാക്കി വിറ്റ് തിന്നുന്നതിനേക്കാളും നന്നായിട്ട് വളരെ മര്യാദയ്ക്കാണ് അവർ വന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ യാതൊരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസോ ഒന്നും തന്നെ ഇടില്ല എന്നും സുജിൻ പറഞ്ഞിട്ടുണ്ട്. വളരെ മാന്യമായ തീരുമാനമാണ് അതിനകത്ത് സുജിൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഇതിനെ റിയാക്ട് ചെയ്യരുത്, റിയാക്ട് ചെയ്താലും ഞാൻ ഒന്നും മിണ്ടാൻ പോകുന്നില്ല എന്നാണ് സുജിൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും സുജിനതിൻ്റെ റീസണായിട്ട് വരത്തുമില്ല. അത് വെച്ചിട്ടുള്ള കാശ് എന്തായാലും അയാൾക്ക് വേണ്ടതെന്താണ്, എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. എന്തായാലും 2 പേർക്കും നല്ല 2 ലൈഫ് പുതുതായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.